ഇപ്പോൾ പരാതിക്കാരനായ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഷോൺ ജോർജ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. താങ്കൾ തുടക്കം മുതൽ ഈ കേസിന്റെ പിന്നാലെ തന്നെ ഉള്ള ഒരാളാണ്. ഇപ്പോഴത്തെ വീണ്ടും രണ്ടാമതൊരു ചോദ്യം ചെയ്യലിന് വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹാജരായിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്. മാത്രമല്ല SFIO രേഖകളടക്കം ആവശ്യപ്പെട്ട രേഖകളെല്ലാം ED വാങ്ങിയ ശേഷം അതുകൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വിവരശേഖരമായിരിക്കുമല്ലോ ഇന്ന് നടക്കുക. പൊരുത്തക്കേടുകൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു അറസ്റ്റിലേക്കൊക്കെ നീങ്ങാൻ സാധ്യത ഉണ്ടാകുമായിരിക്കുമോ? അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ പൊരുത്തക്കേടുകൾ ധാരാളം ഉണ്ട്. അത് ഇനിയും കൂടുതലായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരുമോ? മറ്റു പ്രതികളിലേക്കും ഉൾപ്പെടെ. അത് മാത്രമല്ല, മണി ലോണ്ടറിങ് നടന്നു എന്ന് പറഞ്ഞാൽ പണം എങ്ങോട്ടേക്ക് ഇത്തരം കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമല്ലോ. അതായിരിക്കുമല്ലോ ED കൂടുതൽ അന്വേഷിക്കുന്നത്. ഈ പണം എന്തിനുപയോഗിച്ചു, ഇത് വിദേശത്ത് കടത്തിയിട്ടുണ്ട്, വിദേശ അക്കൗണ്ടുകൾ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ SFIയുടെ എൻക്വയറിക്ക് ശേഷവും തീർച്ചയായിട്ടും EDക്ക് എൻക്വയറി ചെയ്യാനുണ്ട്. കാരണം SFIയുടെ എൻക്വയറിക്ക് നിൽക്കുന്നത് കമ്പനീസ് ആക്ടിന്റെ 447ലാണ്. ആ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പൊതുമേഖല, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി നടത്തിയിട്ടുള്ള തിരിമറിയെ കുറിച്ച് മാത്രമാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ അന്വേഷണം PML ആക്ട് പ്രകാരമുള്ള അന്വേഷണമാണ് ഇപ്പൊ നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. അത് ഇനി അറസ്റ്റിലേക്ക് പോകണമെന്ന് ഇപ്പൊ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ അത് ഇനി കൂടുതൽ ചോദ്യങ്ങൾക്ക് ശേഷമായിരിക്കോ അറസ്റ്റ് ചെയ്തൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അന്വേഷണ ഏജൻസിക്ക് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. ഈ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം വിദേശ നിക്ഷേപങ്ങളടക്കം ഉണ്ട് എങ്കിൽ അതിലേക്കൊക്കെ ഈ അന്വേഷണം നീളേണ്ടതില്ലേ? ഏറ്റവും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ പലപ്പോഴും വിദേശ യാത്രകളിൽ, അത് അമേരിക്കയിലും മറ്റും പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും ദുബായ് വഴിയാണ് വരുന്നത് എന്നും ദുബായുമായി ബന്ധപ്പെട്ട് ചില നിക്ഷേപങ്ങളൊക്കെ ഉണ്ട് എന്നും നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ല, അത് കൃത്യമായ രേഖകൾ, എനിക്ക് ലഭ്യമായ രേഖകൾ സഹിതം ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ ഒന്നാമത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും എനിക്ക് അവൈലബിൾ ആയ രേഖകൾ ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കും സ്വാഭാവികമായിട്ടും അന്വേഷണം പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി ഷോൺ ജോർജ്. ഒപ്പം ചേർന്നതിന് വിവരങ്ങൾ പങ്കുവച്ചതിന്.